ഏറ്റവും ബഹുമാന്യരായ മലയാളികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമസ്കാരം. ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ഞാൻ 2 ദിവസം മുമ്പ് നമ്മുടെ ആലപ്പുഴക്കാരൻ അൻസാരി സുഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ അതിന്റെ കാര്യം ആ സമയത്ത് തന്നെ നിങ്ങളോട് പറഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് സൈബർ ലോകത്ത് ചില ആളുകൾ എന്നെ കൂട്ടം കൂടി വന്ന് മോശമായ രീതിയിൽ സൈബർ ആക്രമണം നടത്തിയപ്പോൾ ഞാൻ അവരോട് സംവദിക്കുന്നതിനിടെ എന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു സ്ഖലിതം, ഒരു വാക്ക്, അത് തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ സമുദായത്തെ ആക്ഷേപിക്കുന്നു എന്ന തരത്തിൽ അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ തന്നെ അതിലാർക്കെങ്കിലും പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ സമുദായത്തോട് ക്ഷമാപണം നടത്തുന്നു. ഇത് സമുദായത്തെ മൊത്തത്തിൽ പറഞ്ഞതല്ല, ഇന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. ആ സന്ദർഭത്തിൽ ഈ പറയുന്ന ചിമ്പാൻസി സുഹരി ഇയാൾ കടന്നു വന്ന് എന്റെ ആ വീഡിയോ കണ്ടം തുണ്ടം വെട്ടിമുറിച്ച് കോട്ടി മാറ്റി കെട്ടി കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഞാൻ സമുദായത്തെ മൊത്തം ആക്ഷേപിച്ചു എന്ന തരത്തിൽ. ഞാൻ ആ സമയത്തിൽ ഒരു വിശദീകരണവും അതിന് നൽകിയതുമില്ല. മിനിയാണ് ഞാൻ ഒരു വിശദീകരണം, അതും ആ വിഷയവുമായി ബന്ധപ്പെട്ടല്ല, എന്റെ സമുദായത്തിലെ പാവപ്പെട്ട നല്ലവരായ മുസ്ലിം സമുദായത്തിൽ, എന്റെ സമുദായത്തിൽ, എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ തുറന്ന് സമ്മതിച്ചെന്റെ കൃത്യമായ ബോധ്യമാണ് പറയുന്നത്. ഈ ന്യൂനപക്ഷ സമുദായത്തിൽ അത്രമേൽ ന്യൂനപക്ഷമല്ലാത്ത മതമൗലികവാദികളായ തീവ്രവാദ ചിന്താഗതിയുള്ള അപരമത വിദ്വേഷവും വെറുപ്പും മനസ്സിൽ അട്ടിപ്പേറായി കിടക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് എന്നത് പരമാർത്ഥമാണ്. അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേക്കപ്പ് ചെയ്തു പോവാൻ കഴിയില്ല. അത് കൃത്യമായ സത്യമാണ്. ഈ ആളുകളെ, ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അത്രമേൽ ന്യൂനപക്ഷമല്ലാത്ത ഈ തീവ്രവാദികളായ വർഗീയവാദികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ ചിമ്പാൻസി സുഹരി അതിലെന്നെ ആക്ഷേപിച്ചപ്പോ ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞപ്പോ അതിന്റെ സാഹചര്യം എന്താ? ഈ പറയുന്ന ചിമ്പാൻസി സുഹരി മോദിജിയുമായി ബന്ധപ്പെട്ട് കാന്തപുര ഉസ്താദുമായുള്ള ആ ഒരു കൂടിക്കാഴ്ചയെ ന്യായീകരിച്ചപ്പോ ഇവന്റെ വൃത്തികെട്ട വർഗീയ വീഡിയോകൾ കേരളത്തിൽ മലയാളികൾ എവിടെയൊക്കെയുണ്ടോ, കേരളത്തിൽ മാത്രമല്ല ഭൂമി ലോകത്താസകലം പ്രചരിപ്പിക്കുന്ന ഈ തീവ്രവാദികളായ വർഗീയവാദികൾ തന്നെ ഇവനെ തെറി വിളിച്ചു. ഇവന്റെ പിതാവിനും മാതാവിനും അടക്കം പൂര തെറി വിളിച്ചപ്പോ ഈ പറയുന്ന ചിമ്പാൻസി എന്ത് ചെയ്തു? അവന്റെ ഫേസ്ബുക്കിന്റെ കമന്റ് ബോക്സ് പൂട്ടിവെച്ചിരുന്നു. അത് പൂട്ടിവെച്ചു. ആ സന്ദർഭത്തിലാണ് ഞാൻ പറഞ്ഞത്, കണ്ടോ ചിമ്പാൻസി സുഹരി, നീ ചെലവും കൊടുത്ത വർഗീയവാദികൾ തന്നെ ഇപ്പം തന്നെ തെറി വിളിക്കുന്നു. ഞാൻ ആ സമയത്ത് പ്രതികരിക്കാതിരുന്നത് ഞാൻ നിന്നെയൊക്കെ വെറുതെ വിട്ടതാണ് എന്ന്. അപ്പൊ ആ വിശദീകരണം കഴിഞ്ഞ് ഇന്നലെ ഈ പറയുന്ന ചിമ്പാൻസി സുഹരി അവന്റെ ഒരു ഫോട്ടോ, അതുപോലെ അവന്റെ ഒരു ചിമ്പാൻസിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് അവൻ വിശദീകരണം നൽകി. അവൻ എന്താ അതിൽ ചെയ്യട്ടെ? അവനൊരു മനുഷ്യനാണെങ്കിൽ, അവൻ ചിമ്പാൻസി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വിളിക്കുക, അവനൊരു മനുഷ്യനായിരുന്നുവെങ്കിൽ അവൻ നടത്തേണ്ടിയിരുന്നത്, പറയേണ്ടിയിരുന്നത്, ഞാൻ ആദ്യം ചെയ്ത, ഞാനല്ല, ചിമ്പാൻസി സുഹരി ആദ്യം ചെയ്ത വീഡിയോയിൽ സമുദായത്തെ ഒന്നടങ്കം റിഷാദ് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞത് എന്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്, അതെന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് എന്ന് പറയണമായിരുന്നു. ചിമ്പാൻസി സുഹരി അങ്ങനെ പറഞ്ഞിട്ടില്ല. അവൻ അതിനെക്കുറിച്ച് പ്രസ്താവിക്കുക പോലും ചെയ്തിട്ടില്ല. എന്റെ ചിമ്പാൻസി സുഹരി, നിന്റെ പിറവിയിൽ രക്തശുദ്ധിയുള്ളവനാണ് നീ എങ്കിൽ നീ പറയേണ്ടതെന്താ? നീ രക്തശുദ്ധിയുള്ളവനായിരുന്നുവെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു നിന്നെ. നീ ഒരു പത്രക്കട്ടിങ് കാണിച്ചിട്ട് ഇതാ റിഷാദ് അങ്ങനെ കോടികൾ മുക്കി അങ്ങട്ടാക്കി ഇങ്ങട്ടാക്കി ഹുത്തുബയിലൂടെ ആളുകളെ പറഞ്ഞു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. നിന്റെ രക്തശുദ്ധിയിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു ചിമ്പാൻസി. കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും അവിടെയുള്ള ഓരോ പ്രധാനപ്പെട്ട ആസ്ഥാന പള്ളികളിൽ ഖുതുബ നടത്തിയവനാണ് ഞാൻ. ആ ഏതെങ്കിലും ഒരു ഖുതുബയിൽ, എന്റെ ഒരു പ്രഭാഷണത്തിൽ ഈ ഹലാലായ ബിസിനസിനെ കുറിച്ച് ഒരു അക്ഷരമെങ്കിലും പരാമർശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ ആ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ ക്ഷണിച്ചു എന്ന് അസ്ലും ഫസ്ലുമുള്ള
തന്തയും തറവാടുമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് നിനക്ക് പറയിപ്പിക്കാൻ കഴിയുമോ? നിനക്ക് പറയിപ്പിക്കാൻ കഴിയുമോ? നിനക്ക് പറയിപ്പിക്കാൻ കഴിയുമോ ചിമ്പാൻസി സുഹിനി? ഇനി അടുത്ത ചോദ്യം. ഈ പറയുന്ന നീ പത്രക്കട്ടിങ് കാണിച്ച് എന്നെ അപമാനിക്കാൻ ശ്രമിച്ച എനിക്കെന്ത് അപമാനോടോത്? ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ അതിനെ അപമാനിക്കണോ? ഞാൻ അതിന് നാണിക്കണോ? ഞാൻ അതിന് ലജ്ജിക്കണോ? ആ നീ എടുത്തു കാണിച്ച പത്രക്കട്ടിങ്ങിലെ ബിസിനസ്സിൽ കോടികൾ തട്ടി എന്ന് പറഞ്ഞ ആ ബിസിനസ്സിൽ കോടികളുടെ അവസ്ഥ അവിടെ ഇരിക്കട്ടെ. ആയിരക്കണക്കിന് ആളുകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. ആയിരങ്ങൾ വേണ്ട, അബ്സല്യൂട്ട് വൺ, കേവലം ഒരു മനുഷ്യനെ, കേവലം ഒരു മനുഷ്യ കുഞ്ഞിനെ നിനക്ക് കൊണ്ടുവന്ന് നിർത്താൻ കഴിയുമോ? കോടികളുടെ കഥ, കോടികളുടെ കിലുക്കം വേണ്ട. 1 രൂപ ധനകാര്യ മന്ത്രാലയം അടിച്ചിറക്കുന്ന 1 രൂപ, റിസർവ് ബാങ്കിന്റെ വലിയ നോട്ടുകളൊന്നും വേണ്ട, ധനകാര്യ മന്ത്രാലയം അടിച്ചിറക്കുന്ന 1 രൂപ ഒരു മനുഷ്യൻ, ആണാവട്ടെ പെണ്ണാവട്ടെ, മൂക്ക് കീഴ്പോട്ടുള്ള ഒരു വ്യക്തി എന്റെ അടുത്ത് ഞാൻ അത് സ്വീകരിച്ചു, ഞാൻ അത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങി എന്ന് പറയാൻ നിനക്ക് കഴിയുമോ? കൊണ്ടുവരാൻ കഴിയുമോ? മൂന്നാമത്തെ വെല്ലുവിളി, ഈ പറയുന്ന ബിസിനസ്സിലേക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ നേർക്ക് നേരെയോ ഫോൺ കോളിലൂടെയോ വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ട്വിറ്ററിലൂടെയോ മെസ്സഞ്ചറിലൂടെയോ അതുപോലെ ബോട്ടിയമാവട്ടെ ഭൂമി ലോകത്തിന് ഉപലബ്ധമായ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഒരക്ഷരം കൊണ്ട്, ഒരു മെസ്സേജ് കൊണ്ട്, ഒരു കോള് കൊണ്ട് ഒരു മനുഷ്യ കുഞ്ഞിനെയെങ്കിലും ഈ ബിസിനസ്സിലേക്ക് റിഷാദ് സുല്ലമി ഇൻവൈറ്റ് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു, പരിചയപ്പെടുത്തി, ഇൻവെസ്റ്റ്മെന്റിന് ക്ഷണിച്ചു എന്ന് പറഞ്ഞ് ഈ ഭൂമി ലോകത്തൊരു മഹ്ലൂക്കിനെ, ഒരു മനുഷ്യ കുഞ്ഞിനെ കൊണ്ടുവരാൻ മിസ്റ്റർ ചിമ്പാൻസി സുക്രി നിന്നെ കൊണ്ട് പറ്റുമോടാ? എന്നിട്ടല്ലേ നീ പറഞ്ഞ പോലെ അപമാനിക്കേണ്ടത്? അല്ലെ? ഇതൊക്കെ ഞാൻ നാണിക്കുന്നു വിചാരിച്ചോ? നിന്റെ തന്തക്കും തള്ളക്കും വിളിച്ചപ്പോ നീ ഫേസ്ബുക്കിന്റെ കമന്റ് ബോക്സ് പൂട്ടിയിട്ടില്ലേ? ഇന്നലെ മുതൽ നിന്റെ നരാധനന്മാർ, നിന്റെ ഈ റാൻമൂളികളായ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുസ്ലിം മതവിഭാഗത്തിലെ എന്റെ പാവപ്പെട്ട സമുദായത്തിലെ ആ സമുദായത്തിന്റെ ഒരു മാന്യതയും അവകാശപ്പെടാൻ അർഹതയില്ലാത്ത മതമൗലികവാദികളായ, തീവ്രവാദികളായ, ഈ പൊട്ടിത്തെറികളായ ആളുകൾ അവരെന്റെ കമന്റ് ബോക്സിൽ വന്ന് എന്റെ മാതാവിനെ, എന്റെ പിതാവിനെ, എന്റെ പ്രിയപ്പെട്ട എന്റെ ഭാര്യയെ, എന്റെ പൊടിക്കുഞ്ഞായ എന്റെ പിഞ്ചു ഹംധമുള്ളവരെ ആക്ഷേപിക്കുന്നു, തെറിവിളിക്കുന്നു, വളരെ വൃത്തികെട്ട വൾഗറായ രീതിയിൽ ലൈംഗികമായി സംസാരിക്കുന്നു. ഞാൻ പൂട്ടിയിടാത്തത് എന്താണെന്നറിയോ? നിനക്ക് നിന്നെ പോലെ അല്ല ഞാൻ. എനിക്കിതുപോലെയുള്ള ആക്ഷേപങ്ങളൊന്നും ഞാൻ അതൊന്നും പരിഗണിക്കില്ല. ഞാൻ അതൊന്നും എന്റെ ശരീരത്തിന് യേശില്ല അതൊന്നും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, നീയുമായുള്ള വിഷയം അവസാനിപ്പിക്കുന്നു. നിന്നോട് പറയാനുള്ളത്, ഞാൻ ഖുതുബയിലൂടെ പറഞ്ഞു പറ്റിച്ച അത് കേട്ടു, എന്റെ ഖുതുബ കേട്ടു എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുപോവാ, ഞാൻ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു എന്ന് പറയാൻ ഒരാളെ കൊണ്ടുപോവാ, 1 രൂപ വാങ്ങി റിഷാദ് എന്ന് പറയാൻ കഴിയുന്ന ഒരാളെ കൊണ്ടുപോവാ. നീ നിന്റെ 16 അടിയന്തരം കഴിഞ്ഞ നിന്നെ കൊണ്ട് പറ്റില്ലടോ. മനസ്സിലായോ? ഇനി ഈ സുക്രിയുമായി, ഈ ചിമ്പാൻസിയുമായിട്ടുള്ള വിഷയം അവിടെ നിൽക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സമുദായത്തിലെ, എന്റെ മുസ്ലിം സമൂഹത്തിലെ എന്റെ പ്രിയങ്കരായ ആളുകളോടും, അതുപോലെ എന്റെ ശ്രോതാക്കളായ എന്റെ പാർട്ടി അനുയായികളോടും, എന്റെ സുഹൃത്തുക്കളോടും, എല്ലാവരോടും കൂടിയാണ്. എന്റെ സമുദായത്തിന്റെ നന്മയാണോ തിന്മയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒരു വല്ലാത്ത സങ്കടകരമായ ഒരു നിലപാട് എന്താണെന്നറിയോ? ഞാൻ പറയട്ടെ, ഈ സമുദായത്തെ വഞ്ചിക്കാൻ വലിയ എളുപ്പമാണ്, പറഞ്ഞു പറ്റിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാൻ. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന എന്റെ നാടിനടുത്തുള്ള ഒരു റിട്ടയർഡ് പോലീസുകാരൻ. അയാളെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താ അയാൾ ചെയ്തത്? 16 വയസ്സായ കൃത്യമായ ഈ ബുദ്ധി സ്ഥിരതയും ഒന്നുമില്ലാത്ത ഒരു നിരാലംബയായ പെൺകുട്ടിയെ കടിച്ചു കീറിയതാ. വീട്ടിലിട്ട് മാത്രമല്ല, അന്യ ജില്ലകളിലേക്ക് കൊണ്ടുപോയി റിട്ടയർ ചെയ്ത ഈ പോലീസുകാരനായിരുന്ന ഈ നാറി, ഇവൻ പോലീസ് ഐഡി കാണിച്ച് റൂം വാടകക്കെടുത്ത് പോകുമ്പോ അച്ഛാന്ന് വിളിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി നശിപ്പിച്ചവൻ. ഇത് പ്രശ്നമായപ്പോ ഈ കുട്ടിയുടെ വീട്ടിൽ പോയി ഞാൻ ആത്മഹത്യ ചെയ്യുന്നതുകൊണ്ട് സയനൈഡ് കാണിച്ചവൻ. പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ, അറസ്റ്റ് ചെയ്ത് കേസായി കഴിഞ്ഞാൽ ഞാൻ തൂങ്ങിച്ചാവും എന്ന് ഭീഷണി മുഴക്കിയവൻ. ഈ കുറ്റം സമ്മതിച്ചവൻ.
ഇവനെ കുറിച്ച് ഞാൻ ഇപ്പോഴല്ല, ഒരു കൊല്ലം മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വേറെ വിഷയം, അത് ഞാൻ ഇപ്പൊ ഇവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഈ ഒരു വാർത്ത പരന്നപ്പോ എന്റെ സമുദായത്തിലെ ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിലാവട്ടെ, മറ്റു മാധ്യമങ്ങളിലാവട്ടെ, പീഡികത്തിണ്ണയിലാവട്ടെ, മറ്റിടങ്ങളിലാവട്ടെ, അവര് പറയാ ഇല്ല ഇല്ല, ഞങ്ങൾ ഇത് വിശ്വസിക്കൂല, ഞങ്ങൾ താമസിക്കൂല, ഇത് താമസിക്കാൻ പറ്റൂല, ഫിലിപ്പ് സാർ അത് ചെജ്ജൂല, ഫിലിപ്പ് സാറിന് ചെജ്ജാൻ കജ്ജൂല. എന്താ കാരണം? ഫിലിപ്പ് സാർ ചില്ലറക്കാരനല്ല. വിശുദ്ധ ഖുർആനിലെ 88,888 ആയത്തുകളും ഹൃദിസ്ഥമാക്കിയവനാണ് ഇവൻ. ഇവന്റെ അവകാശവാദമാണ്. പിന്നെ 12 ലക്ഷം ഹദീസ് മനപ്പാടാക്കി പഠിച്ചു. ഇമാം ഷാഫി വരെ 10 ലക്ഷം ഹദീസ് പഠിച്ചു എന്നാണ് അദ്ദേഹത്തെ പറ്റി പോലും പറയുന്നത്. പക്ഷെ ഈ ഫിലിപ്പ് ഇവൻ 12 ലക്ഷം ഹദീസ് പഠിച്ചിട്ടുള്ളവരാണ് അത്രേ. മനസ്സിലായോ? അപ്പൊ ഈ പറയുന്ന താന്തോന്നിയായ, തെമ്മാടിയായ, സെക്ഷൽ മാനിയാക്കായ ഇവനെ ന്യായീകരിക്കുന്നു എന്റെ പാവപ്പെട്ട സമുദായം. കാരണം എന്താ? അവൻ ഇങ്ങനെ സമുദായത്തെ വഞ്ചിക്കാനുള്ള പല പരിപാടികൾ കൊടുക്കുമ്പോൾ അതിലകപ്പെട്ടു പോകുന്നു. അതൊരു വിഷയമാണ്. രണ്ടാമത്തത്, ഒരഴുക്ക ചെറുക്കൻ ഈ ട്രൗസർ ഊരി ആണിമല് വെച്ചിട്ട് കേരളമാസലകലം വ്യഭിചരിക്കാൻ ഇറങ്ങിയ ഒരുത്തൻ, ഒരു MLA, അവന്റെ കൊണവതിവാരം കണ്ടിട്ട് കോൺഗ്രസ് പാർട്ടി അവനെ ഇങ്ങനെ എടുത്ത് വാലെ തൂക്കി പുറത്തേക്ക് കളഞ്ഞു. കോൺഗ്രസ് പാർട്ടി അവരുടെ ഒരു സംവിധാനത്തിലും അടുപ്പിച്ചില്ല. അവൻ ഹസ്തദാനത്തിന് നീട്ടിയപ്പോ ഈ പറയുന്ന രമേശ് ചെന്നിത്തലാജി അദ്ദേഹം പാട് നോക്കി പോയി. VD സതീശൻ അവഗണിക്കുന്നു. പക്ഷേ എന്റെ സമുദായത്തിലെ മുഖ്യധാരയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ യുവജനങ്ങളും മറ്റു വയോജനങ്ങളും വലിയൊരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയകളിലും അതുപോലെ പൊതുവിടങ്ങളിലും ഇവന് വേണ്ടി സംസാരിക്കുക, ഇവനെ ന്യായീകരിക്കുക. എന്ത്? അത് ഉണ്ടാവൂല, അത് ചെജ്ജൂല, അത് കജ്ജൂല, ഓനെക്കൊണ്ട് അത് പറ്റൂല, ചെജ്ജൂല, കുത്തം കിത്തൂല. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് നമ്മളെ മാങ്കുട്ടി ഇങ്ങനെ കാണിച്ചത്, അതുകൊണ്ട് കുത്തം കിത്തൂല. സമുദായം പറയാണ് കഷ്ടം. ഇതേ അഴുക്ക ചെറുക്കൻ ഈ സ്ത്രീകളോടൊരു കവല ചട്ടമ്പി പോലും പറയാൻ അറക്കുന്ന, വെറുക്കുന്ന, മടുക്കുന്ന, മടുപ്പുളവാക്കുന്ന തരത്തിലുള്ള തോന്നിവാസം, തെമ്മാടിത്വം അത് വിളിച്ചു പറയുന്ന വീഡിയോകൾ, ഓഡിയോ വോയിസുകൾ പുറത്തു വന്നില്ലേ? അതൊന്നും ഇവൻ നിഷേധിച്ചിട്ടില്ല. പക്ഷേ സമുദായം പറയാ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളത് കുത്തം കിട്ടൂല. എന്നാൽ ഇതേ സമുദായത്തിന്റെ മുഖ്യധാരയിലുള്ള പാർട്ടിക്കാരൻ നിങ്ങൾ കോഴിക്കോട് സമ്മേളനം നടത്തുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ മകളെയും ഈ ബേപ്പൂർ MLA മിനിസ്റ്റർ റിയാസിന്റെയും വിവാഹത്തെ വ്യഭിചാരമെന്ന് ഒരു തെമ്മാടിയായ ഒരു കടൽക്കിഴവൻ വിളിച്ചാക്ഷേപിച്ചപ്പോ സ്റ്റേജിൽ വെച്ച് ഖുലൂ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ കോത്തായി എന്ന് പറയുന്ന കടൽക്കിഴവന് വേണ്ടി കൈയടിച്ചവരാണ് നിങ്ങൾ. ആ സ്റ്റേജിൽ വെച്ച് പോലും പാടില്ല, അങ്ങനെ പറയരുത് എന്ന് പറയുന്ന ഒരുത്തനെയും ഞാൻ കണ്ടിരുന്നില്ല പ്രിയപ്പെട്ടവരെ. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിലുള്ള താന്തോന്നികൾക്ക് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷേ എന്നെ കുറിച്ച് ഈ പറയുന്ന വിശദീകരണങ്ങളെല്ലാം ഞാൻ നൽകുമ്പോഴും ഞാൻ പറയുന്നു ഒരാളെ കൊണ്ടുപോവാ, ഒരു വ്യക്തിയെ കൊണ്ടുപോവാ എന്ന് പറയുമ്പോഴും അത് നിങ്ങൾ പരിഗണിക്കൂല. ഐ ഡോണ്ട് കെയർ. ഞാനത് കാര്യമാക്കുന്നുമില്ല, ഞാനത് വിഷയമാക്കുന്നുമില്ല. മനസ്സിലായോ? പക്ഷേ ഞാൻ എന്റെ സമുദായത്തോട് പറയുന്നു, എന്റെ പ്രേക്ഷകരോട് പറയുന്നു, ഈ കാലവും മാറി വരും. ഈ പറയുന്ന ന്യൂനപക്ഷ സമുദായത്തിലെ ഈ പറയുന്ന അത്രമേൽ ന്യൂനപക്ഷമല്ലാത്ത മതമൗലികവാദികൾക്ക്, തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക്, വർഗീയവാദികൾക്ക് നിങ്ങൾക്ക് ഈ സംവിധാനം, നിങ്ങൾ നിലകൊള്ളുന്ന ഈ സാഹചര്യവുമായി ഒരുപാട് കാലം മുമ്പോട്ട് പോവാൻ കഴിയില്ല. കാരണം ഇത് ഇങ്ങേരുടെ കാലമല്ല, മണിമോഹന്റെ കാലമല്ല, ഇത് ഇങ്ങേരുടെ കാലമാ. നരേന്ദ്ര ദാമോദർ ദാസ് മോദിജിയുടെ കാലം. ഏറ്റവും വലിയ കുതിച്ചുചാട്ടം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ, മുസ്ലിം ജനവിഭാഗത്തിലെ വലിയ പ്രബലമായ ഒരു വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ സംഘടനയിലെ ഉയർന്ന നിലയിലുള്ള മുഷാവറയിലുള്ള പണ്ഡിതന്മാരും ഒക്കെ നരേന്ദ്രമോദിജിയുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ച ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അഭിമാനത്തോടെ, അന്തസ്സോടെ, ആഭിജാത്യത്തോടെ ഇവിടെ ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടി ഒരു പരിഗണനയും ഒരു പിന്തുണയും ഞങ്ങൾക്ക് നൽകണം എന്ന് മോദിജിയോട് പറഞ്ഞത് അതൊരു വലിയ കുതിച്ചുചാട്ടമാണ്.
കേരളത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടിയോട് വിമുഖത കാണിച്ചു മാറി നിൽക്കുന്ന സാഹചര്യം അത് മാറ്റിയെഴുതും. ഈ സമുദായത്തിലെ ബുദ്ധിയുള്ള, വിവേകമുള്ള, വിദ്യാഭ്യാസമുള്ള, മാനുഷിക മൂല്യങ്ങളുള്ള മുസ്ലിം ചെറുപ്പക്കാർ, വൃദ്ധന്മാർ, വയോജനങ്ങൾ, സ്ത്രീകൾ, യുവാക്കൾ, കുട്ടികൾ ഈ പ്രസ്ഥാനത്തിലേക്ക്, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒഴുകി വരും എന്നത് എന്റെ കൃത്യമായ രാഷ്ട്രീയ വായനയാണ്. ആ സന്ദർഭത്തിൽ ഈ പറയുന്ന ഈ മതമൗലികവാദികൾ, നിങ്ങൾ ആ സമയത്ത് NRCയും CAA ഒക്കെ കൊണ്ടുവന്ന് നിങ്ങളെ ഒന്നും ചെയ്യേണ്ടി വരില്ല. നിങ്ങളൊക്കെ മനസ്സുമടുത്ത് മനം മടുത്ത് നാട് വിട്ടുപോകും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ചിമ്പാൻസി സിഹിരിയുമായിട്ടുള്ള വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി അങ്ങേർക്ക് മറുപടിയില്ല. ഇനി അങ്ങേർക്ക് പറ്റുമെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരട്ടെ. അയാൾ നടത്തിയ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെന്ന് അയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ. ഞാനെങ്കിലും ഖുതുബയിൽ, പ്രഭാഷണത്തിൽ ഞാൻ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, പരിചയപ്പെടുത്തിയത്, കൊണ്ടുവന്നത്, പൈസ വാങ്ങിയത് കൊണ്ടുപോവാം. അതിന് കഴിയില്ലെങ്കിൽ നിർത്തി പോടാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ലവരായ എന്റെ പ്രേക്ഷകരോട്, പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളോട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.